നമസ്കാരം. ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണിയിൽ ഇന്നും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഓരോ സൂചികൾ 1% പോകുന്ന നഷ്ടം രേഖപ്പെടുത്തി. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ഇടിവ് നേരിടാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ? സമീപകാല ഉയരത്തിൽ നിന്നും ഏകദേശം 650 പോയിന്റാണ് നിഫ്റ്റിയിൽ നഷ്ടമായിരിക്കുന്നത്. ഇനി ഈ ഇടിവ് എത്രത്തോളം തുടരും? വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ? നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ? ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ത്യൻ വിപണി ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ F&O മന്ത്ലി എക്സ്പയറി ആയിരുന്നു ഇന്ന്. അപ്പം പ്രധാനപ്പെട്ട ഓരോ സൂചികളൊക്കെ ഏകദേശം 1%-മാണ് നഷ്ടപ്പെട്ടത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികളും നഷ്ടം രേഖപ്പെടുത്തുന്നത് എന്നും ശ്രദ്ധേയം. അപ്പോൾ ഇന്നത്തെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു അവധിക്ക് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു വീക്ക് ഓപ്പണിംഗ് തന്നെയാണ് ഉണ്ടായത്. നേരെ നഷ്ടത്തോടുള്ള ഓപ്പണിംഗ് ആയിരുന്നു. തുടർന്ന് അതിശക്തമായിട്ടൊരു വിപണി സൂചികൾ വീഴുന്നുണ്ട്. അതിനുശേഷം ഒരു തുടക്കത്തിൽ തന്നെ ഒരു ശക്തമായിട്ടുള്ളൊരു വീഴ്ച കണ്ടു. അതിനുശേഷം ഒരു ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലേക്ക് ഒരു പ്രശ്നം തന്നെയാണ് ആ ഒരു വീഴ്ചകളുടെ കാരണം. അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി കണ്ടു. ഒരു ഘട്ടത്തിൽ നഷ്ടം നികത്തി മുന്നേറുമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ച ശേഷം വീണ്ടും നഷ്ടത്തിലേക്ക് വീഴുകയും അങ്ങനെ ഒരു ഇന്നത്തെ ഒരു താഴ്ന്ന നിലവാരത്തിന് സമീപമാണ് ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളിലേക്ക് ഒരു നേരിട്ട ഒരു സെല്ലിംഗ് പ്രഷറുമൊക്കെ വിപണിയുടെ ഒരു മോശം പ്രകടനത്തിന് കാരണമായിട്ടുണ്ട്. അപ്പം വ്യാഴാഴ്ച വ്യാപാരത്തിനുള്ളിൽ നോക്കുമ്പോൾ BSEയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ 706 പോയിന്റ് അല്ലെങ്കിൽ 0.87% നഷ്ടം രേഖപ്പെടുത്തി 80,081 നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായി നിഫ്റ്റി NSEയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ 211 പോയിന്റ് അല്ലെങ്കിൽ 0.85% ഇടിഞ്ഞ് 24,501 എന്ന നിലവാരത്തിലുമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായ 50 ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ശ്രീറാം ഫിനാൻസ്, HCL ടെക്നോളജീസ്, TCS, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഇൻഫോസിസ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടിരിക്കുന്നത്. മറുവശത്ത് ടൈറ്റൻ കമ്പനി, L&T, കോൾ ഇന്ത്യ, ഏഷ്യൻ പെയിൻറ്റ്സ്, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികളാണ് നേട്ടം കരസ്ഥമാക്കി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വിപണിയിൽ ഇത്രയും വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഒരു തിരിച്ചിട്ട് നേരിടുന്നുള്ള പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണുള്ളത്. അപ്പോൾ ഒന്ന് ഹയർ US താരിഫ് തന്നെയാണ്. അപ്പം അത് ഇംപ്ലിമെൻ്റ് ആയത് അല്ലെങ്കിൽ പ്രാബല്യത്തിലായത് ബുധനാഴ്ചയോടെയാണ്. അപ്പം മാർക്കറ്റ് അന്ന് അവധിയായിരുന്നില്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റോടെ ഇന്നുണ്ടായി വിപണിയിൽ പ്രകടമായിട്ടുണ്ട്. റഷ്യൻ എനർജി വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അധികമായിട്ട് ചുമത്തി 25% താരിഫ് പ്രാബല്യത്തിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 50% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിലേക്ക് കടക്കുമ്പോൾ ചുമത്തുന്ന ഒരു അധിക ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത്. അത് ലോകത്തിന് നോക്കും ബ്രസീലിന് ശേഷം അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തപ്പെട്ട രാജ്യങ്ങളൊന്നുകൂടിയേ മാറി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വവും ഒരു സമ്മർദ്ദവും കോർപ്പറേറ്റ് ലോകത്തുള്ള സമ്മർദ്ദവും ഒക്കെയാണ് ഇന്ത്യൻ വിപണിയിൽ ഒരു നെഗറ്റീവ് പ്രതികൂലമായി സ്വാധീനിച്ചെന്ന് പറയാം. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ FISൻ്റെ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വിദേശ നിക്ഷേപയുടെ ഭാഗത്തു നിന്നുള്ളൊരു ശക്തമായൊരു വിൽപ്പന സമ്മർദ്ദം തന്നെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഇതുവരെ ഇപ്പോൾ അവധിക്ക് മുന്നേ അതായത് ചൊവ്വാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 6,200 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരുന്നു. ഇപ്പം ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ കണക്ക് നോക്കുമ്പോൾ 34,733 കോടി രൂപയാണ് ഇതുവരെ FIS ഇന്ത്യൻ വിപണിയിൽ നിന്നും ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിച്ച് കൈവശം വെച്ചിരിക്കുന്നത്. ജൂലൈയിൽ 47,500 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയതിന് ശേഷവുമാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇപ്പം ഏകദേശം 34,500 കോടിയിലധികം രൂപയുടെ ഒരു സെല്ലിംഗ് ഇതുവരെ നടത്തിയിട്ടുള്ളതും ശ്രദ്ധേയം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം റീസെൻ്റായിട്ട് വന്ന ഗ്ലോബൽ ബ്രോക്കറേജ് ഫേമായ നൊമുറയുടെ ഒക്കെ റിപ്പോർട്ട് നോക്കുമ്പോഴും അവരുടെ ഭാഗത്ത് ഒരു എമർജിങ് മാർക്കറ്റ്സ് വികസിത രാജ്യങ്ങളുടെ ഒരു വിപണികളിൽ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു അലോക്കേഷൻ നീക്കി വെച്ചിരിക്കുന്ന ഇന്ത്യൻ വിപണിയിലേക്കാണെന്നും കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ വിപണിയുടെ ഒരു പ്രയാണത്തെ തടയിടുന്നതായിട്ട് നമുക്ക് കാണാനാകും. പിന്നെ മൂന്നാമതായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഫാക്ടർ തന്നെയാണ്. നിഫ്റ്റി 24,600 എന്നുള്ള ഒരു ഷോർട്ട് ടൈം സപ്പോർട്ട് ലൈൻ്റെ താഴെ വീണതോടുകൂടി തന്നെ ഉണ്ടായേക്കുന്ന ഒരു സെല്ലിംഗ് പ്രഷറോടെ ഉണ്ട്. അപ്പം ഇതിന് തൊട്ട് മുന്നേ അത് ചൊവ്വാഴ്ച സെഷനിൽ തന്നെ 20 DMA 24,740 നിലവാരങ്ങളിലുള്ള 20 ഡേ മൂവിങ് ആവറേജ് തകർക്കപ്പെട്ടിരുന്നു. അപ്പം RSIയും ചൊവ്വാഴ്ച രീതിയിൽ നോക്കുമ്പോൾ ഒരു 45 ലെവൽസിലാണ് ഉണ്ടായിരുന്നത്. അതൊരു ന്യൂട്രൽ സോണാണ്. അപ്പോൾ ഒരു താഴേക്ക് പോകുന്ന ടെൻഡൻസി കാണിച്ചതും ഒക്കെ ഒരു റീസെൻ്റ്ലി കാണിച്ചിട്ടുള്ളൊരു ബുള്ളിഷ് മൊമെൻ്റ് ഫെയ്ഡ് ചെയ്യുന്ന മങ്ങലേക്കുന്നൊരു സൂചന തന്നെയാണ്. അപ്പം ഒരു ടെക്നിക്കൽ ഫാക്ടേഴ്സും പ്രധാനപ്പെട്ട സപ്പോർട്ട് നിലവാരങ്ങളിൽ വീണത് ബ്രേക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടുണ്ടായ ഒരു അധിക സെല്ലിംഗ് പ്രഷറും ഇന്ന് വിപണിയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. നാലാമതായിട്ടുള്ളത് മന്ത്ലി എക്സ്പയറിയാണ്. ഓഗസ്റ്റ് സീരീസിലെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ മന്ത്ലി എക്സ്പയറി F&O ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ഒരു എക്സ്പയറി ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു മന്ത്ലി എക്സ്പയറി വരുന്ന സമയത്ത് ഒരു ചാഞ്ചാട്ടമുള്ളതാണ് റോൾ ഓവർ ആക്ടിവിറ്റീസും എല്ലാം കൊണ്ടും ഒക്കെ തന്നെ. അപ്പം ആ ഒരു മന്ത്ലി എക്സ്പയറിയുടെ ഒരു സ്വാധീനവും ഇന്ത്യൻ വിപണിയെ താഴേക്ക് വലിക്കുന്നതിൽ താഴേക്ക്
ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ട്രംപിൻ്റെ മീൻസ് US ഭാഗത്ത് ചുമതല അധിക തീരുവ, FA സെല്ലിങ്, മന്ത്ലി എക്സ്പയറി, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും. പിന്നെ ടെക്നിക്കൽ ഫാക്ടേഴ്സ്, പ്രധാനപ്പെട്ട സപ്പോർട്ട് നിലവാരങ്ങൾ തകർന്നതൊക്കെയാണ് ഇന്ത്യൻ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളതെന്ന് കാണാം. ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പൊതുവെ തന്നെ പറയുകയാണെങ്കിൽ നെഗറ്റീവായിരുന്നു നമുക്ക് പറയാം. NSE 3075 ഓഹരികളാണ് ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് 960 നഷ്ടം രേഖപ്പെടുത്തി 2015 ഓഹരികളാണ് ഇന്ന് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. അതായത് ഓരോ ഓഹരി നേട്ടത്തിലേക്ക് വന്നപ്പം ഇരട്ടിയിലധികം ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയെന്ന് സാരം. ഇന്ന് 52 വീക്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീണുപോയത് 83 ഓഹരികളാണ്. അതേപോലെ നോക്കുമ്പോൾ ലോവർ സർക്യൂട്ട് 98 ഓഹരികളാണ് ലോവർ സർക്യൂട്ട് അടിച്ച് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ NSE പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 സൂചികൾ നോക്കുകയാണെങ്കിൽ 1% തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചികയായിട്ട് 1.5% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചികയായിട്ട് 1.5% നഷ്ടം രേഖപ്പെടുത്തി. തുടർച്ച 5ാമത്തെ സെഷനിലാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചിക നഷ്ടം രേഖപ്പെടുത്തുന്നത്. പിന്നെ NSE ഒരു സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രോഡ്ലി നെഗറ്റീവ് തന്നെയായിരുന്നു. ഇപ്പോൾ NSE പ്രധാനപ്പെട്ട സെക്ടർ സൂചികളിൽ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് മാത്രമാണ് ഇന്ന് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് 0.5%-ലേറെയുള്ള നേട്ടം കരസ്ഥമാക്കിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ 1.5%-ലേറെ നഷ്ടം നേരിട്ട നിഫ്റ്റി IT ആണ് നഷ്ടക്കണക്കിൽ ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത്. നിഫ്റ്റി റിയാലിറ്റിയും ഏകദേശം 1.5%-ലുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റി ഫിനാൻഷ്യൽ, നിഫ്റ്റി FMCG, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് എന്നിവയും 1%-ലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറൽ സൂചികളും 0.5%-ലേറെയുള്ള തിരിച്ചടി നേരിട്ടു. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു. 12.18 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വിപണിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഓഗസ്റ്റ് സീരീസിൻ്റെ എക്സ്പയറി ഡേയിൽ വീണ്ടും നിഫ്റ്റി ഒരു നഷ്ടം തുടർന്നായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 24,500 എന്നുള്ള നിലവാരത്തിന് സമീപമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സൈസബിൾ ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ നമുക്ക് കാണാം. ഒരു സസ്റ്റൈൻഡ് സെല്ലിംഗ് പ്രഷറിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കത് വായിച്ചെടുക്കാം. അപ്പം നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രേഖപ്പെടുത്തി 25,153 നിലവാരമാണ്. അപ്പോൾ അവിടെ നിന്നും കഴിഞ്ഞ 5 സെഷനിടെ മാത്രം 650 പോയിൻറ്റോളം നിഫ്റ്റിയിൽ നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാം. ഇനി ഇത് ടെക്നിക്കലായിട്ട് നോക്കുമ്പോഴും നിഫ്റ്റി ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ദുർബലമാകുന്നതിൻ്റെ ഒരു ഒരു ശക്തമായ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഇപ്പം നിഫ്റ്റി നോക്കുമ്പോൾ എക്സ്പ്രഷണൽ മൂവിങ് ആവറേജിൻ്റെ കാര്യം പറയാൻ 20 ഡേ, 50 ഡേ, 100 ഡേ EMA എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മാത്രവുമല്ല ഇതിൻ്റെയൊക്കെ ഒരു ആവറേജസ് ഓരോ സെഷൻ കഴിയും തോറും താഴേക്ക് വരുന്നതായിട്ട് കാണാം. അതൊക്കെ ഒരു ഡൗൺവേർഡ് മൊമെൻറ്റം ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഫലനമാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൊമെൻറ്റം ഇൻഡിക്കേറ്ററായ ഡെയിലി RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ഒരു ക്രൂഷ്യലായിട്ടുള്ള 40 എന്നുള്ളൊരു ആ ഒരു മാർക്ക് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് പോകുന്നതിൻ്റെ വക്കത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കുള്ള ആ ഒരു പോക്ക് തെളിഞ്ഞ് കാണാം. അപ്പം ഈ 40 എന്നുള്ള ഒരു നിലവാരവും RSIയിൽ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അതൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു അണ്ടർടോൺ അല്ലെങ്കിൽ ആ ഒരു ബെയറിഷ് ആ ഒരു മൊമെൻറ്റത്തെ ശക്തിപ്പെടുത്തുന്നൊരു ഘടകമാണ്. അപ്പം അങ്ങനെ അതായത് ഈ ഒരു മൊമെൻറ്റം ബയേഴ്സിനേക്കാൾ സെല്ലേഴ്സിനാണ് പ്രയോജനകരമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അണ്ടർലൈങ് മീനിങ് എന്ന് പറയുന്നത്. ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ വളരെയധികം ശക്തമായ വോളിയത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു നിഫ്റ്റി നേരത്തെ സൂചിപ്പിച്ച ഒരു ഷോർട്ട് ടൈം മൂവിങ് ആവറേജുകളൊക്കെ റീക്ലെയിം ചെയ്യാത്ത പക്ഷം ഒരു നിഫ്റ്റിയുടെ ഒരു നിയർ ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയായിട്ട് തുടരാനാണ്, അല്ലെങ്കിൽ ആ ഒരു ബയാസ് നെഗറ്റീവ് ആകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് 100 EMA സോണായി 24,630, 24,650 സോണാണ് ഒരു ക്രൂഷ്യൽ ഒരു ഹാഡിൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഇപ്പോൾ നിഫ്റ്റിയുടെ മുന്നിലുള്ളത്. ഈ 24,630, 650 എന്നുള്ള നേരത്തെ സപ്പോർട്ടായിരുന്നു, ഇനി നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ചേഞ്ച് ഇൻ പോളാരിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സോണിൻ്റെ താഴെ നിൽക്കുന്നിടത്തോളം അതിന് മുകളിലേക്ക് മറികടക്കാത്ത പക്ഷം നിഫ്റ്റിയിലുള്ള ഒരു സമ്മർദ്ദം തുടരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നാളെ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് 24,350 അപ്പം ഈ 24,350 തകർക്കപ്പെടുന്നുണ്ടെങ്കിലാണ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ 24,200 നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി പിന്തള്ളപ്പെടും.
അപ്പം ഇനി ഇപ്പോഴത്തെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് മാറിയെന്ന് നമുക്ക് കരുതണമെങ്കിൽ 24,650 എന്നുള്ള നിലവാരത്തിന് മുകളിൽ ഡിസിസീവായിട്ട് നിഫ്റ്റി പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ബെയറിഷ് മൊമെൻറ്റം നമുക്ക് നെഗേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം റിക്കവറിക്കുള്ള ഒരു പോസിബിലിറ്റി തെളിഞ്ഞു എന്ന് പറയാൻ കഴിയുക. അപ്പം 24,650 താഴെ തുടരുന്നിടത്തോളം നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ് തുടരുമെന്നാണ് സൂചിപ്പിക്കുകയാണ്. 24,350 തകരുന്നെങ്കിലാണ് അതിൻ്റെ ഫർദർ ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യത. അപ്പം ഇനി പറയുകയാണെങ്കിലും നമുക്ക് മേജറായിട്ട് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ആഭ്യന്തര തലത്തിൽ നിന്ന് വരാനുള്ള വാർത്തകളോ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും ഇല്ലാത്തതിനാൽ, വിപണിയെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഗ്ലോബലായിട്ടുള്ള ഫാക്ടേഴ്സിനെ ആയിരിക്കും മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിനെയും ദിശയും സ്വാധീനിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാനൊരു സെമി ലിസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. ഇവർക്ക് നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.